ഇന്ന് കേരളത്തിന്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ 8 ജില്ലകളിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പില്ല. എന്നാൽ 6 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. അതായത് ഈ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴ മാത്രമല്ല, കാറ്റിന്റെ സാധ്യത കൂടി പറയുന്നുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അടുത്തതായി നമ്മൾ ഓരോ ജില്ലയിലെയും ഉയർന്ന താപനില പരിശോധിക്കുന്ന സമയമാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട് ജില്ലയിൽ. അടുത്തതായി കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് തൊട്ടു പിന്നാലെ. ഇരു ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ ചൂടിന് കുറവൊന്നുമില്ലെങ്കിലും താരതമ്യേന ഈ ജില്ലകളിലാണ് ഉയർന്ന താപനില. ഇനി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ഇടിമിന്നലുണ്ടാകും. ഇടിമിന്നലുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ ഇടിമിന്നൽ അപകടകരമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീടിനുള്ളിലോ പുറത്തോ ആണെങ്കിൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. കാരണം ഈ തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കുക. പിന്നെ കൊടയടക്കാൻ മറക്കണ്ട. കാലാവസ്ഥ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം.